ഇപ്പോൾ ഇരിക്കുന്നത് നമ്മളെ ആലയിലാണ്. നമ്മളെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായ ആലയാണിത്. എൻ്റെ വീഡിയോയിലെല്ലാം ഇത് കണ്ടിട്ടുണ്ടാവും. ഈ ആല ഉണ്ടല്ലേ, രണ്ട് ഭാഗത്തായിട്ട് ഇങ്ങനെ ഉണ്ടായിന്. അത് നമ്മളെ ജീവൻ തന്നെ നിലനിർത്തിയെന്ന് പറഞ്ഞാൽ അത്രക്കൊരു മക്കളെക്കാളുള്ളൊരു ഇതില്ലാണ്. നമ്മൾ പശുക്കളും എല്ലാം എടുത്ത് തന്നെ വളർന്ന് കുഞ്ഞുമ്പാട്ടനെ പോയി ആലിൽ തന്നെയാണ് നമ്മൾ രണ്ടാളെ ഇപ്പം പുല്ലരിയലും ഇതെല്ലാം ഉണ്ടായതുകൊണ്ട് നമ്മളിങ്ങനെ ഒന്ന് മാത്രമല്ല പല പണിയും നമ്മൾ എടുത്തിട്ടുണ്ട്. വലിയ വളക്കുണ്ടുണ്ട് ഇവിടെ, ഒരുപാട് ആഴമുള്ളതാണ്. ഇപ്പം ഇലയെല്ലാം കൊത്തിയിട്ടിട്ട് മൂടിയിട്ടായില്ലേ. ബയോഗ്യാസ് ഉണ്ട്. എല്ലാം ഇപ്പോൾ ഒന്നും ഇല്ലാണ്ടായി, ആളുമില്ല. ഞാനും ഇങ്ങനെ വയ്യാണ്ടായി. മക്കൾക്കെല്ലാം പിന്നെ ഇതിനൊന്നും ആവില്ലല്ലോ, അവർക്കെല്ലാം അവരെ ജോലിയില്ലേ. ഇതാണ് നമ്മളെ ബയോഗ്യാസിൻ്റെ ടാങ്ക്. ഇതാ ഇതിലേക്കാന്നെല്ലാം വന്ന് വീഴുന്നത്. ബയോഗ്യാസ് ഇപ്പോൾ ചാണകമൊന്നും ഇല്ലാതുകൊണ്ട് കഞ്ഞീര വെള്ളം അങ്ങനെ വേസ്റ്റ് വെള്ളമെല്ലാം ഇതിലേക്ക് ഒഴിക്കൂല. ഇതിൽ ഒഴിച്ചിട്ട് ഗ്യാസ് കുറേ കിട്ടുകയും ചെയ്യുന്നു. എന്താ ഇതിൽ ഒഴിച്ചു കൊടുക്കലാണ്. അത് നമുക്ക് വേണ്ടുന്ന ചൂടുവെള്ളമാക്കാനുള്ള ഗ്യാസ് ഇതിൽ നിന്ന് കിട്ടും. നമ്മൾ വേസ്റ്റെല്ലാം കോരി ഒഴിക്കാൻ സ്ലെറിയായില്ലേ, പച്ചക്കറിക്കെല്ലാം ഒഴിക്കാനും അതും കിട്ടും. പക്ഷെ ഇപ്പോൾ എല്ലാം ഇതെല്ലാം പോയിട്ടുണ്ട്. അതിൻ്റെ വയറ് ഇങ്ങനെ ഇതായിട്ട് ഗ്യാസൊന്നും കിട്ടുന്നുണ്ടായിട്ടില്ല. ഇപ്പോൾ എല്ലാം പുതിയ വയർ ഇത് പൈപ്പെല്ലാം വാങ്ങിയിട്ടു. അതിന് ശേഷം കിട്ടിയിട്ടേ ഇല്ല. ഇപ്പോൾ കുറേ നാളായി. ഇതാദ്യം ഒന്നും കൂടെ വിളിച്ച് ശരിയാക്കേണ്ടി വരും. ഇപ്പം നമുക്ക് ഗ്യാസ് കിട്ടുന്നില്ല. ഇന്ന് ഇതാണ് നമ്മളെ ഇപ്പം എല്ലാം ഭാര്യ അതും ഇതെല്ലാം ഇതിൻ്റെ ഉള്ളിൽ നിറച്ചിട്ടുള്ളത്. നമ്മളെ ഓരോ വിറകെല്ലാം ഇതിൻ്റെ ഉള്ളിലുണ്ട്. വേണ്ടാത്ത സാധനം ഇതിൽ കൊണ്ട് നിറക്കും. ഒരുപാടുണ്ട് ഇതിൻ്റെ ഉള്ളിലാണ്. ഉണ്ടല്ലേ, ഇതാണ് നമ്മളെ ആല. നമ്മളെ അറിയാം, നമ്മൾ തുടങ്ങിയത് മുതൽ ഈ ആലയും ആലയും പശുവും നമ്മളെ കൂടെ തന്നെ ഇല്ല. വേറെ ഒന്നും നമുക്കില്ല. ഒരു ദിവസം തെറ്റാണ്ട് ഏതായാലും നമ്മൾക്ക് തെറ്റൂല. ഒരു ദിവസം പോലും തെറ്റിയിട്ടുമില്ല. നമ്മളെ പശുക്കളും ആട്, പശു, കോഴി എന്ന് പറഞ്ഞ പോലെ എല്ലാ ഇതും നമുക്കുണ്ടായിന്. അതെല്ലാം കൊണ്ട് തന്നെ ഇത്ര മറ്റൊരു ഗതിയില്ല നമുക്ക്. നമ്മ ഇങ്ങനെ അധ്വാനിച്ചുണ്ടാക്കിയതല്ലാണ്ട് വേറെ ഒന്നുമില്ല. ഇന്ന് എവിടെയും കാണൂല. അത്രക്കിൽ കങ്ങും എല്ലാം നിറഞ്ഞിട്ടാണ് ഉണ്ടായിന്. കങ്ങെല്ലാം ഉണങ്ങിപ്പോയി. നമ്മൾ പലഹാരപ്പണിയും കൊണ്ട് കുറേ കാലം അങ്ങനെ 10-20 അതിനെ നോക്കാണ്ടായി. അതും ഇതൊന്നും ആവില്ലല്ല. പശുവും ഇതെല്ലാം എങ്ങനെ കൊണ്ടുപോകും. പക്ഷേ വളപ്പിൽ വെള്ളമടിക്കലോ അല്ലെങ്കിൽ ഇതൊന്നും നമുക്ക് പറ്റില്ല. അതിൻ്റെ ഒന്നിച്ച് അങ്ങനെ എല്ലാം ഇല്ലാണ്ടായതാണ്. ഇപ്പോൾ ഏട്ടനുണ്ടെങ്കിൽ എപ്പോഴും ഇവിടെ ഇപ്പോൾ ആലിൽ തന്നെയാണ്. അവരെ അത്ര നന്നായിട്ട് നോക്കുന്നതാണ്. അങ്ങനെ തന്നെ അവർക്ക് നല്ലൊരു നമ്മളൊന്നും വിറ്റിട്ട് വേറെ വാങ്ങുക അങ്ങനെ ഒന്നും ചെയ്യില്ല. നമുക്കിതുപോലത്തെ കിട്ടിയില്ലെങ്കിൽ കഴിച്ച് എപ്പോൾ നമ്മൾ ഇവിടെ വളർത്തുന്നതിനെ പോറ്റുമല്ലോ. അതിങ്ങനെ പരമ്പര ആയിട്ട് വിൽക്കുകയും ചെയ്യില്ല. അങ്ങനെ ഒരുപാട് നല്ല ഗുണമില്ല പശുക്കളാണ് ഉണ്ടായിന്. അപ്പം ഏട്ടന് സൂക്കേടായ പിന്നെ നമ്മൾ തലശ്ശേരി പോയ പിന്നെ അതെല്ലാം കൊടുത്ത് ഒഴിവാക്കിയത്. പിന്നെ തീരെ ഞാനും കിടന്നു. രണ്ടാക്കും വയ്യാണ്ടായില്ലേ. അവിടുന്ന് നമ്മളിവിടെ എത്തുമ്പോൾ തന്നെ എല്ലാം വിൽപ്പനയാക്കിയിട്ട് കൊണ്ടുപോയിനി. പിന്നെ ഒന്ന് ചെറിയൊരു കടിച്ചിനെ വാങ്ങി കെട്ടീനി. കുറച്ചിങ്ങനെ പുല്ലെല്ലാം ഒരുപാടുണ്ടല്ലോ, കൃഷിയുണ്ടല്ലോ. പിന്നെ അതിനെയും കൊടുത്തു ചെറിയൊരു കടിച്ചിനെ വാങ്ങിയിട്ട്. അങ്ങനെ ഇപ്പോൾ ഒന്നും ഇല്ലാണ്ടായി. എല്ലാം കൂടെ അങ്ങനെ ഒരു ഓർമ്മ തന്നെ. ഇതുവരെ ഞാനിങ്ങനെ ഇറങ്ങി നടക്കലൊന്നുമില്ല. ഇപ്പോൾ അതിങ്ങനെ കുറച്ച് ഒരുപാട് കിടന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ കിടന്നാൽ പറ്റൂലല്ലോ. നമ്മളെ മക്കൾ ഇപ്പം നമ്മ എല്ലാം അറിഞ്ഞതല്ലേ. വിഷമം അച്ഛനമ്മ ഇല്ലാതെ വിഷമമെല്ലാം അറിഞ്ഞതല്ലേ. കുറച്ചെങ്കിലും അവർക്ക് കിട്ടിയെങ്കിൽ കിട്ടിക്കോട്ടെ. അങ്ങനെ ഇപ്പോൾ ഒരുപാട് ആളെൻ്റെ കൂടെയുണ്ട്. എനിക്ക് ധൈര്യം തരാനും കൂടപ്പുറപ്പ് പോലെ ഒരുപാട് ആളെനിക്കുണ്ട്. അവരെല്ലാവരും ഇതുണ്ട് എനിക്ക്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയെങ്കിലും ആയിട്ടില്ലത്. ഇപ്പം എപ്പോഴും എന്നെ അറിയാനും സ്നേഹം തരാനും ധൈര്യം തരാനും എല്ലാം എനിക്ക് എൻ്റെ കൂടപ്പുറപ്പ് പോലെ തന്നെ ഒരുപാട് ആളുണ്ട്. അതുകൊണ്ട് ഇപ്പം ഞാനൊരു ജീവിതത്തിലേക്ക് ഇങ്ങനെ തിരിച്ചു വന്നു. എൻ്റെ മനസ്സെല്ലാം ഒന്ന് ശരിയായി. എൻ്റെ മക്കളും അവർക്കും ഒരു അമ്മയെങ്കിലും ഉണ്ടാകട്ടെ എന്ന് വെച്ചാൽ അവർക്കും ഒരുപാട് വിഷമം തന്നെ. അപ്പോൾ ഇങ്ങനെ ഞാൻ എനിക്ക് നടക്കുമ്പോൾ തന്നെ സന്തോഷമാണ് അവർക്കെല്ലാം.
ഞാനൊന്ന് മാറിയെന്നിപ്പോൾ. ഇനിയൊരു വീഡിയോ വേറെ ആയിട്ട് വരാം. അല്ലാതെ കോഴിക്കോട് ഉണ്ട്, കോഴിയിലെല്ലാം കൊണ്ടുപോയി കുറുക്കൻ. ഞാൻ ആശുപത്രിയിലുണ്ടാകുന്ന സമയത്ത് അതെല്ലാം കുറുക്കനോ നായോ ഒന്നും ചെയ്യാണ്ട് കൊണ്ടുപോയി. നല്ല വാർപ്പാക്കിന്, നല്ല കൂടുതലാക്കിന്, അതെല്ലാം കൊണ്ടുപോയി. അതിന് ശേഷം ഒന്നുമില്ല. അപ്പോൾ ഇങ്ങനെയുണ്ട്. ഇതെല്ലാം കാണുമ്പം അല്ലാതെ വിഷമമുണ്ട്. എന്ത് ചെയ്യും, നമുക്ക് എപ്പോൾ ഒരുപോലെ ആവില്ലല്ലോ. ആവുന്ന കാലത്തെല്ലാം നമ്മൾ അധ്വാനിച്ച് തന്നെ ജീവിച്ചു. ഒരുപാട് നമ്മൾ ഒന്നുമില്ലാതിരിക്കുന്ന കടങ്ങളെല്ലാം ഒന്ന് തീർത്ത് വന്ന് എല്ലാം ആയിട്ടാകുമ്പോഴാണ് നമുക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നു പോയത്. എല്ലാം നമ്മളെ കടങ്ങളും എല്ലാം വീട്ടിൽ കഴിയുമ്പോഴേക്കും ഒരു കൊല്ലമെങ്കിലും നമ്മൾ ജീവിക്കാൻ അനുവദിച്ചില്ല. നേരെ സാരല്ല, ഇതിനേക്കാളില്ലവർ എത്രയോ ഇല്ലേ. നമ്മളെ പോലെ ഇല്ലാത്തവരെത്രയുണ്ട്. വയ്യാണ്ട് നമ്മളെ പോലെ വയ്യാണ്ട് തീരെയില്ല, കഴിയാത്ത എത്രയോ ആളില്ലേ. അപ്പം നമുക്കല്ലാതൊരു സമാധാനം തന്നെയല്ലേ. ഇതെല്ലാം തന്നെ എനിക്ക് കിട്ടിയത് കൊണ്ട് സന്തോഷിക്കുക, അത്ര തന്നെ. ഏതായാലും മതിയാക്കാം.